അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതാ ഹോസ്പിറ്റലിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ആരോ അകത്തേക്ക് കയറി വരുന്നു. ശരിക്കും സൗദ അവരെ കണ്ട് ഞെട്ടി. അത് മറ്റാരുമായിരുന്നില്ല, അതെ ഐഷുമ്മ. ഐഷുമ്മ അവൾ പെട്ടെന്ന് വേഗം കണ്ണടച്ച് കിടന്നു. സൗദ, 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 എന്താ എനിക്ക് എനിക്ക് ആശുപത്രിയിൽ നിന്ന് പോരാനായിട്ടില്ലേ? നീച്ച അവിടുന്ന്. ഓ വയ്യമ്മ. എന്താ എനിക്കതിന് വയ്യായിക്കാന്? എന്നാൽ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒന്നും അവൾ ചോദിച്ചില്ല. എന്നാൽ ഷമ്മാസും നുസൈബയും കുഞ്ഞിനെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഉമ്മ തന്നെയാണ് അതാ സത്താറിൻ്റെ ഭാര്യയെ വിളിച്ചു വരുത്തിയത്. എടീ ഒന്നിച്ച് അങ്ങോട്ട് വാട്ടാ സലിയെ, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെയാണ് നുസൈബയും ഷമ്മാസും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങിയതും. ഉമ്മ പറഞ്ഞു, ഇനി ഞാൻ നിൽക്കാം, അങ്ങോട്ട് പോന്നാണ്. 2 ദിവസമായി മെനക്കെട്ട് എൻ്റെ മോനെ ഷോപ്പിലും പോകാതെ ഓളും നോക്കി നടക്കണേ. എന്താപ്പത്? ഇളച്ചനല്ല ഒന്നുമില്ലെങ്കിൽ അതിൻ്റേതായിട്ടൊരിത് വേണ്ടേ? ആങ്ങളാരാണെങ്കിൽ കുഴപ്പമില്ല, ശരിയാണ്, ആളും മനുഷ്യനും ഇല്ലേ നോക്കൊക്കെ വേണം. ഇതിപ്പോൾ കൂട്ടരൊക്കെ ഉണ്ട് പറഞ്ഞിട്ടിപ്പോൾ എന്താ? പിന്നെയെന്ന് വെച്ചാൽ അതിനകത്തുള്ള അസുഖം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് അസുഖത്തെ കാണുന്നില്ല, ഒരു മാണ്ടമാരി ഇങ്ങനെ കാട്ടിക്കൂട്ടുക. എന്നാൽ ശരിക്കും ഐഷുമ്മയെ കണ്ടപ്പോൾ സൗദ വീണ്ടും അഭിനയത്തിലേക്ക് കടന്നു. ഓ ഉമ്മ. സൗദ എണീറ്റിരിക്ക്. ഉമ്മ എനിക്ക് എന്താ, ഞാൻ താങ്ങണോ? അപ്പോഴേക്കും അതാ സലീന ഒന്ന് താങ്ങുവാൻ വേണ്ടി. സലീന ഇത് താങ്ങേണ്ട ആവശ്യമില്ല, ഓൾ നീച്ചോളും. ഉമ്മ എനിക്ക് എൻ്റെ ശരീരമാകെ മൊത്തത്തിൽ എന്താ എനിക്ക് വേദന. നീച്ച് നോക്കാം ഇത് പറ്റുമോ എന്നുള്ളത്. നമുക്ക് വേറെ എവിടെക്കെങ്കിലും ആക്കന്നെ. മറ്റേത് എന്നെ ICUയിലിട്ട് ഇടേണ്ടി വരും. എന്നാൽ പിന്നെ ഒരു കുട്ടിക്ക് അതിനുള്ളിൽ കിടക്കാൻ പറ്റൂല. പിന്നെ അതുമല്ല, നമ്മളൊക്കെ പുറമക്കാർ വെറുതെ നമ്മൾ ആശുപത്രിയിൽ ഇവിടെ കെട്ടിത്തിരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. ICU കണ്ട് കയറ്റിയാലേ നഴ്സന്മാർ നോക്കിക്കോളും. മാണ്ടത്ര ഗുളികയും മരുന്നും ഇഞ്ചക്ഷനൊക്കെ തന്നിക്കാണ്ട്. അതായിരിക്കും നല്ലത്. ഉമ്മ എനിക്ക് അതിനകത്തുള്ള അസുഖം നിങ്ങൾക്ക് നിങ്ങളൊക്കെ കണ്ടാൽ മതി. കണ്ടാൽ മതില്ലേ? എന്നാൽ നീച്ച അവിടുന്ന് നോക്കട്ടെ എനിക്ക് ബൈക്കുണ്ടാന്ന്. അങ്ങനെ ഏതാ അവൾ പതുക്കെ എഴുന്നേറ്റ് പൊന്തട്ട കെട്ട്. അവൻ്റെ ഉമ്മ എന്നെ ഷാമോനായിരുന്നു താങ്ങൻ. ഷാമോൻ താങ്ങിച്ച് ഇമ്മട്ട് അയക്കണേ, മതി താങ്ങിയത്. നീച്ചിരുന്ന ഐഷുമ്മ അതാ അത് പറഞ്ഞപ്പോൾ സൗദ പതുക്കെ എഴുന്നേറ്റു. ഇതിപ്പോൾ എന്താ കാട്ട് ഇനിയിപ്പോൾ? അല്ലെങ്കിൽ സുഖമില്ലാതായാലും അവലാലെ പെരിയിൽ തന്നെയാണ് നല്ലത്. അല്ലാതെ ഇപ്പോൾ ആരെ കൊണ്ട് ഇതിപ്പോൾ നോക്കാം? പുതിയാപ്പിളൊക്കെ ഉണ്ടേ തിരക്കിടില്ല. ഇപ്പോൾ പുതിയാപ്പിളാണെങ്കിൽ അതും ഇല്ല, വിളിയും അതും ഇല്ല എനിക്ക്. പിന്നെയെന്ന് വെച്ചാൽ മറ്റവന് ഇപ്പോൾ പണി മെനക്കെടുത്തിക്കാണ്ട് പന്നെ നോക്കിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഏതായാലും നിൻ്റെ പൊന്നാര സൗദ, ഇജ്ജ് എന്നാ എൻ്റെ പെരിക്ക് പോയിക്കോ. എനിക്ക് വലിയൊരു ബമ്മാടോടെ ഉണ്ടാക്കി വെച്ചേക്കണല്ലോ ഇജ്. എൻ്റെ മോനെ പറ്റിച്ചുണ്ടായിക്കാണ്ട്. അവിടെ എനിക്ക് ഇഷ്ടം പോലെ റൂമും ഉണ്ടാവും, സൗകര്യം ഉണ്ടാവും. ഇജ്ജ് അങ്ങോട്ട് ബമ്മാട്ടേക്ക് പോയിക്കോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഏളാമ ഇപ്പൊക്കെ ഉണ്ട്, ഓലെ ബുദ്ധിമുട്ടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. കാരണം ഓലെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അറ്റങ്ങളെ സ്ഥിതി അങ്ങനെയാണ്. നമ്മളൊക്കെ ഒപ്പിച്ച് കൊടുത്തൊരു പെരയിലൊക്കെ നിൽക്കണത്. നല്ലൊരു വലിയ പെര ഉണ്ടല്ലോ ബമ്മാട്, അങ്ങോട്ട് പോയിക്കോ എൻ്റെ ഉമ്മാനെ വിളിച്ചുകാണ്ട്. അല്ലാതെ ഇപ്പോൾ ഇവിടെ ആരാ എന്നെ നോക്കാൻ? എൻ്റെ പുതിയാപ്പിള നവാസ് ഉണ്ട്, കുഴപ്പമില്ല. എന്നാൽ ശരിക്കും അത് കേട്ടപ്പോൾ അതാ സൗദ ഒന്ന് ഞെട്ടി. ഉമ്മ അങ്ങനെ പറയില്ലേ ഉമ്മ. അല്ലാതെ പിന്നെ എന്താ കുട്ടിയെ കാട്ടുക? നടക്ക്, എന്നെ അങ്ങോട്ട് ആക്കി തരാൻ ഞാൻ പറയാം. ഉമ്മ അത് വേണ്ട. അതെന്താടി? അതെന്താ? ഒന്നുമില്ല, എനിക്ക് നിങ്ങളപ്പം നിന്നാൽ മതി. ആരപ്പം എന്നെ ആശുപത്രിയിൽ നോക്കാൻ? ഷാമോ 2 ദിവസം ഇവിടെ മെനക്കെട്ട് നിന്നിക്കണം. ഇനി ഓനജി ഇടങ്ങാറാക്കല്ലേ. ഉമ്മ അത് ഒരു ആൺതരിനെ കാണുമ്പോൾ എനിക്കൊരു എൻ്റെ അസുഖം എനിക്ക് അറിയടി. എനിക്ക് മനസ്സിലേക്കണം കുറേയൊക്കെ. പഠിച്ചോനെ വല്ലാത്തൊരു പുതുമ. ഉമ്മ ഒരു ആൺതരി ഉണ്ടാവുമ്പോൾ എനിക്കൊരു ആൺതരി ഉണ്ടല്ലോ. അല്ല, എനിക്കൊരു കുട്ടി ഉണ്ടല്ലോ, ഇതുവരെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ലല്ലോ. ഉമ്മ അതിപ്പോൾ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളെന്നെ വളർത്തിയതല്ലേ അതിനെ. അപ്പോൾ പിന്നെ ഞാനായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇജാര് ചോദിക്കേണ്ട ആവശ്യം കാര്യമൊന്നും ഇല്ല. എന്നാലും ഇപ്പം അങ്ങനല്ലല്ലോ. എന്താ പനക്കുള്ള കേട് ഇതൊന്ന് പറഞ്ഞാ? എന്നാൽ പെട്ടെന്ന് അതാ അവിടെ വാതിലിൽ മുട്ടുന്നു നഴ്സ്. ഉമ്മയാണെന്ന്.
എവിടെ ഇക്ക പോയോ? പൊന്നാരൻ്റെ നെയ്സേ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മരുമോളാണിത്. പിന്നെ ഓളെ പുതിയാപ്പിളൊന്നല്ല 2 ദിവസം ഇവിടെ നിന്നത്, ഓളെ ഇളച്ചനാണ്. ഓൻ്റെ പണിയും കാറുകാരൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഇവിടെ വന്നാണ് നിന്നു. ആ ഉമ്മ നിങ്ങൾ ആണല്ലേ? അല്ല നെയ്സ, ഞാൻ ചോദിച്ചു നിങ്ങൾ ഡോക്ടർ എപ്പോഴാണ് വരിക? ഡോക്ടർ കുറച്ച് കഴിഞ്ഞാൽ വരും റൗണ്ടിങ്ങിന്. ആ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് 1-2 വർത്താനൊന്ന് ഡോക്ടറോട് ചോദിച്ചാണ്ട് എന്താ ഏതാന്നൊക്കെ ഉള്ളത്. ആ അതൊക്കെ സാറ് വരുമ്പോൾ ചോദിച്ചോളൂ കേട്ടോ. ഒരു മെഡിസിൻ കൊടുക്കാണ്ടായിരുന്നു. ഇതെന്തിനുള്ളതാ നൈസ്? അത് ഉറക്കിനുള്ളത്. ഉറക്കിനെ ഓൾക്കിപ്പോൾ അതിനിപ്പോൾ എന്തിയേ? വലിച്ച മാനസികമായിട്ടുണ്ടാ ഉറക്കുള്ളി കൊടുക്കാൻ? അങ്ങനെയല്ല, അത് ചിലപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വയലൻ്റ് ആയിരുന്നു. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടേ സാറ് പറഞ്ഞതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ്. ആ അങ്ങനല്ലേ? ഏതായാലും ഡോക്ടർ വരട്ടെ. എടി സലിയേ അവിടെ ഇരുന്നജ്. ഉമ്മ ഞാൻ ഇവിടെ നിന്നോളാം. അല്ലേ ഡോക്ടർ വരട്ടെ. ഡോക്ടർ വന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്താ ഏതാച്ചാൽ കാട്ടാം. അല്ല ഞാൻ അതിനൊരു അർത്ഥം. എന്തെങ്കിലും അസുഖം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണുന്നില്ല. വെറുതെ ഗുളികയും മരുന്നും കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും വല്ലാത്തൊരു ഉമ്മ. കുറച്ച് കഴിഞ്ഞാൽ സാറ് വരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ ഇത് സൗദക്കുള്ള മെഡിസിൻ കൊടുക്കുന്നു. എൻ്റെ പൊന്നാരൻ്റെ നഴ്സേ, ഈ മട്ടം വെറുതെ ഗുളിക കുടിച്ചാലുള്ള ചോരയും നീരുകൊണ്ട് വറ്റി പോരല്ലേക്കാരം. ഉമ്മ എന്ത് ചെയ്യുക? പേഷ്യൻ്റ് അത്രക്കും വയലൻ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ആദ്യം വയറുവേദന എന്ന് പറഞ്ഞ് വന്ന് അതിന് ശേഷം പല അസുഖങ്ങളും ഉള്ളതായിട്ട്, പക്ഷേ സ്കാനിങ്ങിലൊന്നും കാണുന്നില്ല, അറിയില്ലല്ലോ. ഇനി ഒന്നും ഇല്ലെങ്കിൽ MRI എടുത്ത് നോക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ സാറ് പറയുന്നതനുസരിച്ചായിരിക്കും. ഞങ്ങൾക്ക് അവർ നിർദ്ദേശിച്ച മരുന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല പൊന്നാര കുട്ടിയെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മറ്റേ എന്താന്നോ ഒന്നുമില്ലടി, ചെറിയ പിഞ്ചു പൈതലുണ്ട്, മുലടിച്ചിന് കുട്ടിയുണ്ട്. ഈ കണ്ട മരുന്നും ഗുളികയൊക്കെ കുടിച്ച് കണ്ട് ഓളെ പാലൊക്കെ പറ്റിയാലേ അത് അതിലേറെ ഇടങ്ങാറാവൂലേ? ആ ഉമ്മ ചെറിയ കുഞ്ഞുവാവുണ്ടല്ലേ? ആ എന്തായാലും നിങ്ങൾ സാറിനോട് എല്ലാം പറഞ്ഞോളൂ കേട്ടോ. ആയിക്കോട്ടെടി, ഞാൻ പറഞ്ഞോളാം. ആ എന്നായിക്കോട്ടെ. അങ്ങനെ എന്നാ പോട്ടെ ഉമ്മ. ഉമ്മ ഇനി ഇവിടെ നിൽക്കുന്നത്? ആ ഞാൻ ഇപ്പോൾ ഓളപ്പം 2 ദിവസം നിൽക്കട്ടെ, ഏതനുസരിച്ചേ ബാക്കി. എന്നാൽ ഈ സമയം അതാ നുസൈബയും ഷമ്മാസും അതാ പാവം നവാസ്കയുടെ കുട്ടിയെ നല്ല രീതിയിൽ നോക്കുന്നു. അപ്പോൾ തന്നെ നുസൈബ തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അത് നവാസ്കയുടെ കുഞ്ഞിനും നല്ല രീതിയിൽ നുസൈബ പാലൂട്ടി. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, നുസി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, പടച്ച റബ്ബിനെ വിചാരിച്ച് നീ കൊടുത്തോ, അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തോ. എന്നാൽ നുസൈബ പറഞ്ഞു, ഇക്ക എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഇക്ക എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഇതൊക്കെ വളരെയധികം റാഹത്താണ്. എനിക്ക് മനസ്സിന് സന്തോഷം. അതിനെന്താ, ഈ കുഞ്ഞിനെ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടിയപ്പോഴെന്നെ ഞാൻ കൊടുത്തതല്ലേ പാല്. പിന്നെന്താ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഒന്നും കൊണ്ടും ഇക്ക വിഷമിക്കേണ്ട, കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നമുക്ക് 2 മക്കൾ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇക്ക പാവം സൗദത്തിയുടെ അസുഖം പെട്ടെന്ന് അള്ളാഹു ഷെഫിയാക്കി കൊടുക്കട്ടെ. കാരണം മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞല്ലേ, നമ്മൾ നോക്കായിട്ടല്ലേ. എത്രയായാലും പെറ്റ ഉമ്മ ഉണ്ടാവുമ്പോൾ അതിനോളം വരില്ലല്ലോ, നമ്മൾ എത്ര സ്നേഹിച്ചാലും ഒക്കെ. ശരിയാണടി, എന്താ ചെയ്യുക? എന്തായാലും റബ്ബേ, എനിക്കറിയുന്നില്ല, ഇത്തയുടെ അസുഖം എന്താണെന്ന് അറിയുന്നില്ല. ഇക്ക സ്കാനിങ്ങിലൊന്നും അതിലൊന്നും കാണുന്നില്ല പെണ്ണെ. അതൊക്കെ ഏതൊക്കെ ആർക്കറിയാം, അല്ലാഹു ആലം. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഡോക്ടർ അങ്ങോട്ട് വന്നു, കൂടെ 2 സിസ്റ്റർമാരും. ഡോക്ടർ നേരെ, ആ എന്താ സൗദ, പോകാനായോ? എന്തു പറ്റി? വയറുവേദനയൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒക്കെ ഓക്കെ അല്ലേ? മാറിയില്ലേ? ഇനി എന്ത് പ്രശ്നം? ഇനി എന്താടി പ്രോബ്ലം? പറ മോളെ, എന്തെന്നെങ്കിലും പറയൂ. സാറേ എനിക്ക് എന്താ വയലൻ്റ് ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇത് ഞാനും ഉമ്മയാണ്, ഓളെ ഭർത്താവിൻ്റെ ഉമ്മ. ഓന് വിടില്ലേ? പിന്നെ ഓൾക്ക് അങ്ങനത്തെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലേനോ. എന്തേന്നാവും പെട്ടെന്നൊരു വയറുവേദനയും കാര്യങ്ങളൊക്കെ. അപ്പൻഡിക്സിൻ്റെ എന്തെങ്കിലും ആണോ എന്തോ, ആർക്കറിയാം. അതും അല്ല എന്ന് പറഞ്ഞു സ്കാനിങ് എടുത്തപ്പോൾ. പിന്നെ ഓളെ പുതിയാപ്പിള ഇവിടെ ഇല്ലേനും. ഓന് പിന്നെ വല്ലാതെ വിളിയും തെളിയൊന്നും ഇല്ല. അതൊക്കെ ഇനിയിപ്പോൾ അതുകൊണ്ടുള്ള വിഷമം കൊണ്ടാണോ എന്തോ അറിയില്ല. അല്ല പൊന്നാരൻ്റെ ഡോക്ടറെ, എന്താണ് ഇപ്പോൾ അസുഖം കാണുന്നത്? ഉമ്മ, കാര്യമായിട്ട് നിങ്ങളെ മരുമകൾക്ക് അസുഖമൊന്നും കാണുന്നില്ല. പിന്നെ അവർക്ക് എന്തോ മാനസികമായിട്ട് എന്തൊരു തോന്നൽ, എന്തൊക്കെയോ ഒരു ഇതാണ് കാണുന്നത്. പിന്നെ വയലൻ്റ് ആയപ്പോൾ മെഡിസിൻസ് കൊടുക്കുകയാണ്.
കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇനിയും പരാക്രമങ്ങൾ അതിക്രമങ്ങൾ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യമില്ല. നിങ്ങൾ മെൻ്റലി ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ സൈക്യാട്രിസ്റ്റിനൊന്ന് കാണിക്കേണ്ടി വരും. അത് കാണിച്ചിട്ട് ഒരു പക്ഷേ കൗൺസിലിംഗ് കൊടുത്താൽ തന്നെ ഇവളുടെ അസുഖം മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെയെന്ന് വെച്ചാൽ അവൾ എന്തൊക്കെയോ കൊതിക്കുന്നുണ്ട്, എന്തൊക്കെയോ ആരുടെയൊക്കെയോ സാന്നിധ്യം. പൊന്നാൻ്റെ ഡോക്ടറെ അതൊന്നുമല്ല. അതെ, ഓൾക്കിപ്പോൾ എൻ്റെ മോനുണ്ട്. എൻ്റെ മോൻ ഇങ്ങനെ ഒപ്പം നിൽക്കണം, എന്നാൽ നല്ല തൃപ്തിയാണ്. ഓനൊന്ന് എടുത്ത് നിൽക്കലൊന്നും തൊടലും പിടിച്ചലൊക്കെ ആയാൽ തന്നെ ഓൾക്ക് സമാധാനമായി. അല്ലാതെ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഓളടുത്ത് അസുഖം കാണില്ല. ശരിക്കും ഡോക്ടർ തന്നെ ആ ഉമ്മ, നിങ്ങളൊരു സൈക്കാട്രിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാലോ. പൊന്നാര ഡോക്ടറെ ഇന്നും ഒന്നിലും കാണൽ തുടങ്ങിയതല്ല മക്കളെയും മരുക്കളിൽ നിന്നും. ഓല മനസ്സത്തെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്കും ഇതറിയില്ലേ. ഇതിപ്പോൾ ഒരു ദിവസം 2 ദിവസം ഒന്നല്ലല്ലോ, ഇതിപ്പോൾ കുറച്ച് ദിവസം കേൾക്കണം. ഏതായാലും സാരമില്ല ഡോക്ടറെ, നിങ്ങൾക്ക് ഏതായാലും ഇതിനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തന്നാളേ. തന്നതിന് ശേഷം ഞാൻ കൊണ്ടുപോയിക്കോളാം ഓളെ പറ്റിയ ഡോക്ടറെ കാണിക്കാൻ. അതായിരിക്കും നല്ലത്. ഉമ്മ, ഞങ്ങൾ പിന്നെ ഇവിടെ നിങ്ങൾ ഡിസ്ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സമ്മതിച്ചതുമില്ല. അതുകൊണ്ടാണ് വീണ്ടും കിടത്തി നോക്കിയത്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും വേണ്ടിയില്ല, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ഞങ്ങൾ സെറ്റാക്കി തരാം. ഓക്കെയാണ്. ഞങ്ങൾക്കിവിടെ കിടത്തണമെന്നോ മെഡിസിൻ കൊടുക്കണമെന്നോ ഒരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ തന്നെയാണ് നിർബന്ധിച്ചത്. ഈ പേഷ്യൻ്റ് പോകാൻ ആയിട്ടില്ല, എനിക്ക് തീരെ വയ്യ. പക്ഷെ എന്ത് അസുഖം ഞങ്ങൾ കാണുന്നില്ല. ഇനി MRI എഴുതിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് രാത്രി തന്നെ തിരിച്ച് നിങ്ങൾ വരേണ്ടി വരും. പൊന്നാൻ്റെ ഡോക്ടറെ, വെറുതെ MRI എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, പേഷ്യൻ്റ് തന്നെ അല്ല അത് പറയുന്നത്, അല്ല അപ്പം ഞങ്ങളല്ലല്ലോ. ശരിക്കും ഡോക്ടറും തന്നെ അതാണ് വിധി പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ MRI സ്കാനിങ് കൂടി എടുത്തിട്ട് എന്തെങ്കിലും ഞരമ്പിന് വല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാമല്ലോ. അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാളെ ഡിസ്ചാർജ് ചെയ്ത് പോകാം. ആയിക്കോട്ടെ ഡോക്ടർ, ഒന്നും കുഴപ്പമില്ല, അസുഖമൊന്നും ഇല്ലാതായി കിട്ടിയാൽ മതി, അതന്നെ വലിയ കാര്യം. എന്നാൽ ശരി, ഞങ്ങൾ വരാം. അങ്ങനെ ഡോക്ടർ റൗണ്ടിങ് കഴിഞ്ഞ് പോകുന്നു. എന്നാൽ ഈ സമയം അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ വാതിലിൽ വീണ്ടും ഒരു മുട്ട് കേൾക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ആയിഷുമ്മ തന്നെ വാതിൽ തുറന്നു. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല, അത് സൗദയുടെ ഉമ്മ കുഞ്ഞിക്കതിയായിരുന്നു. എന്തായിടി, എന്തായി? ജിന്നോടൊരു വാക്ക് പറയാതെ ചാടിപ്പോയില്ലേ എൻ്റെ പുത്തൻ വീട് തറവാട്ടിക്ക്? എന്തായിപ്പോൾ? എല്ലാവരും കൂടി എന്നെ കടുപ്പം കാട്ടലും ഇടങ്ങാറാക്കലുമായി, ആശുപത്രിയിലുമായി. എന്തിനാടി ഇജ്ജ് ഇറങ്ങിപ്പോയത്? എന്ത് കാര്യത്തിനാ? ഈ തള്ളൻ്റെ അടുത്തൊക്കെ ഇജ്ജ് വന്നല്ലോ. ഞാൻ എന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞിനു മാണ്ടാത്തിന് നിൽക്കേണ്ടതൊക്കെ. ഇജ്ജ് മുണ്ടാതെ കല്യാണത്തിനെന്നാണ് ഇറങ്ങിപ്പോയി. പെട്ടെന്നാണ് അതാ അവിടെ സത്താറിൻ്റെ ഭാര്യയെ കണ്ടത്, സെലീന. ഒരു നിമിഷം കുഞ്ഞിക്കതി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ശരിക്കും കുഞ്ഞിക്കതിയാക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അതെ, സെലീന എന്ന് വെച്ചാൽ തൻ്റെ മകൾ ഹസീനയെ കെട്ടിയ സത്താറിൻ്റെ ആദ്യ ഭാര്യ. ശരിക്കും സെലീനക്ക് അവരെ കണ്ടപ്പോൾ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അതെ, എൻ്റെ ഭർത്താവിനെ പാട്ടിലാക്കിയ തള്ളയാണിത്, അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴിതാ എൻ്റെ മുമ്പിൽ അവർ എത്തിയിരിക്കുന്നു. എന്നാൽ സൗദ ശരിക്കും ഞെട്ടിപ്പോകുകയായിരുന്നു. ഉമ്മ, നിങ്ങളെന്തിനാ വന്നത് ഇങ്ങോട്ട്? നിങ്ങളോട് ആരെയും വരാൻ പറഞ്ഞോ ഇങ്ങോട്ട്? എന്താടി, എൻ്റെ മോളെ കാണാൻ എനിക്ക് വന്നൂടെ? എന്താ ഇപ്പോൾ എല്ലാവരും കൂടെ രണ്ട് കടുപ്പം കാട്ടില്ലേ? എന്നിട്ട് ഈ കോലത്തിലാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടു. അപ്പോഴേ എനിക്ക് ഈ പുത്തൻ വീട് തറവാട്ടുകാരെ വിശ്വാസമില്ല. എന്താന്നില്ലേ, ശരിക്കും ആയുഷ്മ വരെ ഞെട്ടി. അല്ല കുഞ്ഞിക്കതിയാ, ആരാ പുത്തൻ വീട് തറവാട്ടിക്ക് വന്നത്? എനിക്കൊന്ന് 2 കാര്യങ്ങൾ എന്നോട് ചോദിക്കാണ്ടായിരുന്നു. ഇജ് എന്ത് പണിയായി ചെയ്യണത്? കുട്ടികളെ കേടെടുത്താണോ വേണ്ടത്? എൻ്റെ നവാസിൻ്റെ കൂടെ നല്ല മട്ടത്തിൽ കഴിഞ്ഞതായിരുന്നു സൗദ. എന്തോ ഒരു സുഖമായിരുന്നു ഓളെ ജീവിതം. ഓള് ഗൾഫിക്ക് പോകലും അവിടെ നിൽക്കലും ഓളെ വരവും ഗർഭിണിയാകലും എല്ലാം നല്ല മട്ടത്തിലായിരുന്നു. എന്തിനാ എൻ്റെ കുഞ്ഞിക്കതിയജ് വന്നിക്കാണ്ട് ഇടയിൽ ഈ ഇടങ്കോലിടാൻ വേണ്ടി നിന്നത്? അതോടുകൂടി എൻ്റെ നവാസ് ഓൾക്കുള്ളതൊക്കെ ഇതൊക്കെയാണ് നിന്നു. മാണ്ടാത്ത പണിക്ക് നിന്നോ ഒരു പൂച്ച ഒരിക്കലേ ചുടുവെള്ളത്തിൽ ചാടുള്ളൂ, പിന്നെ ചാടില്ല, പിന്നെ പേടിയേക്കാരം. കാരണം എൻ്റെ നവാസിൻ്റെ ജീവിതത്തിൽ ഒരു വട്ടവും ചുടുവെള്ളത്തിൽ വീണിക്കണ്. അതിൻ്റെ ശേഷം പിന്നെ പേടിയാണ്. പിന്നെ പെണ്ണുങ്ങൾ എന്ത് കാട്ടിക്കൂട്ടുകയാണെങ്കിലും ഓൻ ആ ഭാഗത്തേക്ക് തിരിയില്ല.
എനിക്ക് പറയാനുള്ളത് എന്നോട് ഒന്നുമല്ല. മക്കളെ നേരായ വഴിക്കൊക്കെ നടത്തേണ്ടത്, അല്ലാതെ വിലങ്ങനല്ല. അല്ല, എന്ത് കാര്യത്തിനാണ് ഇജ് ഓനക്കെതിരെ കേസ് കൊടുത്തത്? അല്ലേ, ഈ ഒരുത്തിൻ്റെ പുതിയാപ്പിളക്കെതിരെ എന്ത് കാര്യത്തിന് കേസ് കൊടുത്തത്? എന്താ പീഡിപ്പിച്ചു നടങ്ങാണ്ടോ, ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ടോ? എന്താ എൻ്റെ പഠിച്ചോൻ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടി പിന്നെ ഓല കിട്ടണില്ല എന്ന് കണ്ട ഓല മേൽക്ക് കേസിടുക. ശരിക്കും കുഞ്ഞിക്കഥ ഒന്ന് ഞെട്ടി. ഞാൻ എൻ്റെ മോളെ കാണാൻ വന്നാണ്, അല്ലാതെ നിങ്ങൾ കൊള്ളിക്ക് കേൾക്കാൻ വന്നോന്നല്ല. എനിക്ക് അനുഭവിക്കാനടി, അത് മാണടി സൗദ. ഇത് പറഞ്ഞത് കേൾക്കാതെ അവിടുന്ന് പോന്നതാണ്. ആയിക്കോ, എനിക്കത് മാണം. ഉമ്മ നിങ്ങൾ എന്തേ പറഞ്ഞത്? ഇജിന്നെ ഉമ്മാന്ന് തന്നെ വിളിക്കണ്ട. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എൻ്റെ മോള് ഹസീനയാണ്, ഓളുണ്ട് എനിക്ക് അവിടെ എല്ലാത്തിനും. എൻ്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങി പോന്നാണോ എനിക്ക്? എൻ്റെ പുത്തൻ വീട് തറവാട് ഇപ്പോൾ എന്തായി? ഓലൊക്കെ എന്നെ ഒഴിവാക്കി ഇവിടെ ആശുപത്രി കൊടുന്ന് ഇട്ടിക്കണം. എന്തടി കടുപ്പം കാട്ടിയത്? എന്നെ എന്താ കാട്ടിയത്? ഈ ഉമ്മ എന്നെ എന്താ കാട്ടിയത് പറയും. എല്ലാവർക്കും എതിരും കേസ് കൊടുക്കണം, അതാ വേണ്ടിയത്. പീഡിപ്പിച്ച് പറഞ്ഞാണ്ട് തന്നെ കൊടുക്കണം. ശരിക്കും ഐഷുമ്മ ഞെട്ടിപ്പോയി. എന്നാൽ ഐഷുമ്മ ഒട്ടും പേടിയില്ലാത്ത തന്നെ പറഞ്ഞു, കുഞ്ഞിക്കതിയാ, എല്ലാവരും വിരട്ടാനിച്ച് നോക്കിയേക്കണ്. ആ പാവപ്പെട്ട ആ കുടുംബത്തിൻ്റെ ആ പുതിയാപ്പിള്ളിയും കൂടി ഇജ്ജ് പാട്ടിലാക്കി. ഇപ്പോൾ ജയിലിലാണ്. എന്തിന്? ഇജ്ജ് കേസ് കൊടുത്തതിൻ്റെ പേരിൽ എന്ന് കരുതിയിട്ട് എല്ലാവർക്കെതിരും കൊടുത്താലേ തിരിഞ്ഞെനിക്ക് കൊത്ത് കിട്ടുന്നിച്ച് കരുതിക്കോ. എന്തൊക്കെ തന്നെ ഷമ്മാസോനെ ഇറക്കാൻ നിൽക്കണൊക്കെയുണ്ട്. ആ പാവം പെണ്ണിനെയും ആ 3 കുട്ടിനെയും ഇജ്ജ് കണ്ണീര് കുടിപ്പിച്ചിക്കണ്. അതെ, ഓല പുതിയാപ്പിളിനെ എൻ്റെ മക്കൾക്ക് വേണ്ടി തട്ടിയെടുത്തുകാണ്ട് ഇജ്ജ് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കണ്. ഇനിയും ഇതിന് നിന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ എന്നെ വെറുതെ വിടൂല കേട്ടോ. ഇങ്ങനത്തെ പരിപാടിയല്ല. എൻ്റെ സ്വന്തം മാപ്പിളിനെ ഇറക്കി വിട്ട ആളാണ്. ഇറക്കി വിട്ടതിൻ്റെ ശേഷം അദ്ദേഹം കോയമ്പത്തൂർ പോയി പെണ്ണും കെട്ടി നല്ല ഫാമിലി ആയിട്ട് അൽഹംദുലില്ലാ റാഹത്തായി ഇപ്പോൾ ഇവിടെ ജീവിക്കണേ. ആ പെരയിൽ നിന്ന് ഇറക്കി വിട്ടു ആ പെണ്ണിനെയും മക്കളെയും. എന്ത് കാര്യത്തിന്? എന്തിനാണ് വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യണത്? എന്താ എനിക്ക് അതുകൊണ്ട് കിട്ടാൻ? ഒരു മനുഷ്യനങ്ങനെ ഇടങ്ങാറാക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് എന്താ നേടിയത്? അതേ, പിന്നെ ലാസ്റ്റ് ആരും ഇല്ലാതാവും. ഇത് മക്കളെയും മരുക്കളെയും പേരക്കുട്ടികൾ എല്ലാവരും ഇടങ്ങാറാക്കി നാട്ടുകാരെ എല്ലാ കണ്ണീരും ഏറ്റെടുത്ത് എൻ്റെ ജീവിതം എന്തായിത്തീരും എനിക്കറിയില്ല. കുഞ്ഞിക്കഥയാ, ഇപ്പോൾ പൊന്തുന്നത് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാക്കണേ. അതെ, നവാസ് ഉണ്ടാക്കിയ വലിയൊരു വീട് അവിടെ ഉണ്ട്. അതിൽ നല്ല പിന്നെന്താ ഷോപ്പുകളോ കാര്യങ്ങളോ അതിൽ പാർട്ട്ണർഷിപ്പായിട്ടും അങ്ങനെ ഇങ്ങൾക്ക് ചിലവിന് കയ്യാളിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര ഒരു അഹങ്കാരം? എന്ത് കാര്യത്തിനെന്ന് അഹങ്കരിക്കണ്? ഒരു നിമിഷം മതി മോളെ, മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ പാടില്ല. എൻ്റെ മോളെ ഞാൻ നല്ല മട്ടത്തിന് സ്വീകരിച്ചിരിക്കണ്. ശരിയാണ്, എവിടേനും പോലും അറിയില്ല, എന്നാലും ഞാൻ നല്ല മട്ടത്തിന് സ്വീകരിച്ച് മാണ്ടന്മാർ. പക്ഷേ എൻ്റെ മോൾക്കും അഹങ്കാരം എൻ്റെ അതേപോലെ കൂടിയിരിക്കണ്. അതെ, അല്ലെങ്കിലും ഒരു പറച്ചിലുണ്ട്, നമ്മൾ നിലത്ത് കിടക്കണ പുഴുവിനെടുത്ത് കയ്യിലൊക്കെ വെച്ചാലേ അത് തനി ഗുണം അത് കാണിക്കും. അതന്നെ സൗദക്കും പറ്റിയത്. ഓൾക്ക് എന്തൊരു സുഖസുന്ദരമായി ഇവിടെ ജീവിക്കാം, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും. പക്ഷേ എന്ത് ചെയ്യാൻ, പുതിയാപ്പിളിൻ്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയി. അതോടുകൂടി എന്തായിപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഏതായാലും ഞങ്ങളായതുകൊണ്ട് ആ കുട്ടിനെ ഓളെ നോക്കുന്നുണ്ട് നല്ല മട്ടത്തിന്. പക്ഷേ ഇനിയും നിങ്ങളെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. കാരണം എൻ്റെ നവാസോളെ കുറിച്ച് പറയുമ്പോൾ ചവിടോർക്കില്ല, ഒന്നും മുണ്ടൂല. ഞാൻ പറയും, പൊന്നാരൻ്റെ നവാസേ, സൗദൻ്റെ കാര്യം അങ്ങനെ നിങ്ങൾ വേറെ എന്തെങ്കിലും പറയും. അതാണ് എൻ്റെ പൊന്നാര മോൻ പറയണത്. പിന്നെ ഇപ്പോൾ എന്ത് നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടേക്കോളി ഓളെ, ഞങ്ങൾ വിട്ടു വെച്ച് തരാം. എങ്ങനെയാ വെച്ചാൽ കൊണ്ടേക്കോളി. ഞാനങ്ങനെ സുഖമില്ലാത്ത ഓളെ കൊണ്ടുപോയി നോക്കല്ലേ, എന്താന്നില്ല ഞങ്ങൾ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കട്ടോള്. അവിടേക്കൊന്നും വരണ്ട, ഓള് നിങ്ങളോട് തന്നെ നിൽക്കട്ടെ. എന്നെക്കൊണ്ട് കഴിയില്ല ഓളെ നോക്കാൻ. സുഖമില്ലാത്തവളൊക്കെ ഏറ്റി വലിച്ച് നടക്കണാണല്ലോ എൻ്റെ പണി. ശരിക്കും പെറ്റുമ്മ അത് പറഞ്ഞപ്പോൾ സൗദിയുടെ ആ ഒരു മനസ്സ് അവൾക്ക് ശരിക്കും, പഠിച്ചോനെ, അത് ഉമ്മാക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുത്തിട്ടും എന്നെ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരൊരിക്കലും അതിന് തയ്യാറാകുന്നില്ല. സൗദക്ക് ഉമ്മയെ ശരിക്കും മനസ്സിലായി. അതെ, പണം കിട്ടുമ്പോൾ ഉമ്മാക്ക് നല്ല സ്നേഹമാണ്, നല്ല ഇഷ്ടമാണ്. പക്ഷേ പണം കുറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉമ്മയുടെ തനി ഗുണം ഇവിടെ കാണുന്നു. അതെ, എൻ്റെ ഉപ്പാനെ വരെ ചവിട്ടി പുറത്താക്കിയത് എൻ്റെ ഉമ്മ തന്നെയാണ്. പക്ഷേ ഞാനും അങ്ങനെ ആയിപ്പോയി ഉമ്മാൻ്റെ സ്വഭാവത്തിനനുസരിച്ച്.
പണം മാത്രമാണ്. അതും ഇപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതായപ്പോൾ ഇപ്പോൾ ഷമ്മാസ്, അതെനിക്ക് എൻ്റെ ഒരു സന്തോഷമാണ് ഷമ്മാസിനെ കാണുന്നത് തന്നെ. ശരിക്കും അവൾക്ക് അവളുടെ ഉമ്മയെ പറ്റേങ്ങ് വെറുത്ത് പോയി. എന്നാൽ ആയിഷുമ്മ സൗദ ആ സൗദ അനക്ക് എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം പോകണേ പോകാം, ഞാൻ പിടിച്ചു വെക്കണില്ല. പോകണിന് കുഴപ്പമില്ല, മനസ്സിലായല്ലോ. ഞാൻ എൻ്റെ പറയാനുള്ളത് പറഞ്ഞു. നവാസിനോട് ഇനിയിപ്പോൾ എങ്ങനെ ഏതൊക്കെ എനിക്കറിയില്ല, ഓൻ എന്നെ കരുതി കാണുന്നത് ഒന്നും. ഉമ്മ നിങ്ങളത് പറയില്ല ഉമ്മ, എനിക്ക് പേടിയാണ് അങ്ങോട്ട് പോകണം ഉമ്മ, എനിക്കിഷ്ടം പുത്തൻ വീട് തറവാട്ടിൽ നിൽക്കണതാണ് ഉമ്മ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കേട്ടില്ലടി, അങ്ങോട്ട് തന്നെ പോയിക്കോ, അല്ലാതെ സുഖമില്ലാത്തോലും കൊൺകടായാലൊന്നും വരാനുള്ള സ്ഥലമല്ല ആ വീട്, മനസ്സിലായിക്കോളി നല്ലോണം. ഇറങ്ങി പോകുമ്പോഴേ ഓർക്കണ്ടീനു അതൊക്കെ. നല്ല മട്ടത്തിന് സത്താറുമായിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കേനു, അതിൻ്റെ ഇടയിൽ ആണ്ട് ഇറങ്ങിപ്പോയി. അതോടുകൂടി എൻ്റെ എല്ലാം നശിച്ചിടി. നോക്കോ ഉമ്മാർ പറഞ്ഞത് കുറച്ചൊക്കെ കേൾക്കണം. ഉമ്മ പറയണത് സത്താർക്കൊക്കെ 3 കുട്ടികളുണ്ട്, അതിനെ കൊണ്ടാണല്ലോ ഇനിയും കെട്ടിക്കാൻ നിൽക്കുന്നത്. എൻ്റെ അഞ്ചത്തിയോടി, എൻ്റെ അഞ്ചത്തി പിന്നെന്താ അതിന് സമ്മതിച്ചത്? അത് എൻ്റെ അനിയത്തിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിഞ്ഞിക്കിടുമ്മ. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിക്കായ് കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ കാട്ടിക്കൂട്ടിയത് ഞാൻ കണ്ണുകൊണ്ട് കണ്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നതും. പിന്നെ ഓരോന്ന് അനാവശ്യം പറയാൻ നിൽക്കണ്ട. എന്താന്നില്ലേ, ഞാൻ ഒരിക്കലും വരുന്നില്ല നിങ്ങളൊപ്പം. നിങ്ങളിങ്ങനെ ഇഷ്ടം പോലെ ജീവിച്ചോളി, ഞാൻ ഒരിക്കലും വരുന്നില്ല. എനിക്കിഷ്ടമില്ല അവിടെ നിന്ന് മടുത്തക്കണ്. ഇനി ആരൊക്കെയെന്നാവും ഹസീനാൻ്റെ അടുത്തേക്ക് വരുന്നത്. ശരിക്കും എനിക്ക് മടുത്തക്കണ്, ഞാൻ വരൂല. തള്ളി മോളും കൂടെ സുഖമായിട്ട് അവിടെ ജീവിച്ചോളി, നിങ്ങൾക്ക് അത് മതിയാവട്ടെ. ഏതായാലും എൻ്റെ പുതിയാപ്പിള ഉണ്ടാക്കിയ വീട്ടിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. അതിന് എത്ര കോടി രൂപ വന്നു നിങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? ശരിക്കും സൗദ കുഞ്ഞിക്കതിയനോട് അത് പറഞ്ഞപ്പോൾ ആയിഷുമ്മ പറഞ്ഞു, സൗദ നാവടക്ക് ഉമ്മമാരോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഉമ്മമാരോട് ഇങ്ങനെ പറയാൻ പാടില്ല. ഉമ്മമാർ എത്ര നെറികെട്ടവരാണെങ്കിലും അവരോട് അനാവശ്യമായിട്ടൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബർക്കത്തില്ലാത്തത്. എന്നാലും നിങ്ങളെ ആ ഒരു ബാപ്പ കെട്ടിയ ആ പമ്പർന്നോളല്ലോ, നല്ലൊരു 10 മാറ്റ് പമ്പർന്നോളാണ്. എന്താണ് അതിൻ്റെ ഒരു സ്വഭാവ മഹിമ? നിങ്ങളിപ്പോൾ കഴിച്ചിലായി തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന്. നിങ്ങൾ ഈ തള്ളി മക്കളും കൂടി എല്ലാവരും കൂടി അതിനെ ഇടങ്ങാറാക്കി. ലാസ്റ്റ് അത് അതിൻ്റെ വഴിയാണ് നേടിയെടുത്തു. എന്തോരം നല്ലൊരു പെണ്ണ്, കാണാനും സുന്ദരി, നല്ല സ്വഭാവവും നല്ല ദീനീച്ചിട്ടില്ല നല്ലൊരു പെണ്ണ്. നിങ്ങൾക്ക് അതന്നെ വേണ്ടിയത്. നിങ്ങളായിട്ട് നിങ്ങളെ ബാപ്പാനെ നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കി. ഇപ്പം എന്തായി? അവർക്ക് നല്ലൊരു ജീവിതം കിട്ടി. എന്തൊക്കെ തന്നെയും ഞങ്ങളോലെ സഹായിക്കും നല്ല മട്ടത്തിന് തന്നെ. പാവപ്പെട്ടവരാണ് അവർ. നിങ്ങളെപ്പോലെ ഈ ഒരു നന്ദികേട് കാണിക്കുന്നവരല്ല. നിങ്ങൾക്ക് എത്ര ചെയ്തു തന്നാലും നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണ്. എൻ്റെ നവാസ് ഇപ്പോൾ ഓൻ്റെ വരുമാനത്തിൻ്റെ പകുതി ഭാഗം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു വീടിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഒരു നന്ദി നിങ്ങൾ കാണിച്ചില്ലല്ലോ. കാണിക്കരുത്. അതെ, നന്ദിയല്ല, ഓനക്കുള്ള പണി ഞാൻ കൊടുത്തോണ്ട്, എൻ്റെ മോളെ വിളിക്കണമില്ല, ഒന്നും ഇല്ല, അതിനുള്ള പണി ഞാൻ കൊടുത്തോണ്ട്. എന്നാൽ അവർ മനസ്സിൽ അത് വിചാരിക്കുകയായിരുന്നു. നവാസിന് നല്ലൊരു പണി കൊടുക്കണം എന്ന് തന്നെയാണ് സൗദയുടെ ഉമ്മയും വിചാരിക്കുന്നത്. എന്നാൽ ആയിഷുമ്മ പറഞ്ഞു, നിങ്ങളെ ഇതിവിടെ ഒരു ചർച്ച ചെയ്യണ സ്ഥലമാക്കണ്ട. ഇവളിവിടെ സുഖമില്ലാതെ വന്ന് കിടക്കുകയാണ്. ഒരു കുട്ടിയുണ്ട്, അതിൻ്റെ ചിന്താഗതി ഒന്നും ഓൾക്കുമില്ല നിങ്ങൾക്കുമില്ല. എന്തൊക്കെ തന്നെയാലും നിങ്ങളെ വല്ലാത്തൊരു പെടലിൽ ഞങ്ങൾ പെട്ടുപോയി. പഠിച്ചോനെ, ഒരാളെ ഞങ്ങൾ പാവങ്ങളെ സംരക്ഷിക്കാമെന്ന് വിചാരിച്ച് കണ്ട് നവാസ് കെട്ടി ഓളെ. നല്ല മട്ടത്ത് നല്ല കുട്ടിയൊക്കെ തന്നെയാണ്. സുഖമുണ്ട്, തലക്കാണ് പിടിച്ചപ്പോഴും എല്ലാ സൗകര്യവും സുഖമായപ്പോഴും എന്തായി, ഓളെ സ്വഭാവമാണ് മാറി. അതോടുകൂടി ഒക്കെ കഴിഞ്ഞു. എൻ്റെ റബ്ബേ, ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ സ്വീകരിക്കാതിരിക്കുകയാണ് നമ്മൾ നല്ലത്. ഓല കയ്യും മട്ടത്തിൽ ഓല് കയ്യട്ടെ, നമ്മൾ കയ്യും മട്ടത്തിൽ നമ്മളും കയ്യുക. സഹായിക്കാൻ എന്തെങ്കിലും കൊടുക്കല്ലാതെ ഇത് നമ്മൾ സുഖമാവട്ടെ വിചാരിച്ചുകാണ്ട് ഓലെടുത്തുകാണ്ട് നമ്മൾ തലയിൽ വെച്ചാലേ പിന്നെ ഇതായിരിക്കും സ്ഥിതി. ഏതായാലും എൻ്റെ നവാസ് ഇനി നിങ്ങളെ ഇതിൽ വീഴും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓന് തത്ത പറയും പോലെ പറഞ്ഞേക്കണ്, സൗദാജ് പോകല്ലേ, ഇജ് പോകല്ലേ എന്ന് പറഞ്ഞേക്കണ്. പിന്നെ എന്നെ കാണൂല കേട്ടോ. അതിപ്പോൾ എന്തായി കണ്ടോ? ഓനിപ്പോൾ അതന്നെ മടുത്തിക്കണൊക്കെ. എല്ലാം കൂടി ഓൻ്റെ തലേക്ക് കണ്ട് വന്ന് ഇടങ്ങാറായി. എൻ്റെ കുട്ടിക്കൊന്നും പറ്റാഞ്ഞാൽ മതിയായിരുന്നു. അതെനിക്ക് ചിന്തിക്കാനുള്ളത്. എന്നാൽ ശരിക്കും കുഞ്ഞിക്കഥയൊക്കെ ദേഷ്യമാണ് വന്നത്. സത്താറിൻ്റെ ഇതില്ലേ, സത്താറ് വിളിയും തെളിയില്ല. പിന്നെ എന്ത് കാര്യത്തിലാണ് ഓളവിടെ പോയിക്കണ്? അല്ലടി,
എൻ്റെ സത്താർ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിൽക്കണത്? എനിക്ക് കേസ് കൊടുത്തൂടെ എൻ്റെ മാപ്പിളുടെ പേരിൽ? കേസ് കൊടുത്താൽ അതിനുള്ള നഷ്ടപരിഹാരം കിട്ടും. എന്നെ നോക്കണില്ല, എന്നോട് മുണ്ടണില്ല, എന്നെ വിളിക്കണില്ല എന്ന് പറയണേ. തൊള്ള തുറന്ന് പറയണം പെണ്ണേ. ഉമ്മ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്, കേസിനും കൂട്ടത്തിനും നടക്കാൻ എനിക്കിഷ്ടമില്ല. എനിക്കിപ്പോൾ നവാസ്ക്ക് തന്നെ വേണമെന്നില്ല, വീട്ടിൽ ഷമ്മാസ് ഉണ്ടല്ലോ, അത് മതി. എന്നാൽ അത് കേട്ട് ശരിക്കും ആയുഷമ്മ ഞെട്ടി. അതെ, കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ആയുഷമ്മക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് ഇവളെ അസുഖം. ഇപ്പം പിടികിട്ടി, അതാണ് ഓളെ അസുഖം. എന്നാൽ ആയുഷമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നീ കാക്ക്. കാരണം തള്ളി മക്കളൊക്കെ ഒരു സൈസ്, എവിടേക്ക് എന്തിനൊക്കെ പോണ് ആർക്കറിയാം. ഏതായാലും വല്ലാത്തൊരു പുതുമ, ഏതായാലും ഇപ്പോൾ അഭിനയം ഒക്കെ വല്ലാത്തൊരു. എന്നാൽ ഈ നിമിഷം തന്നെ അതാ സൗദയുടെ ഉമ്മയോട് ഐഷുമ്മ പറയുന്നു, പൊന്നാരൻ്റെ കുഞ്ഞിക്കതിയാത്ത, ഞാൻ പോവാണ്. സെലീന പോര്, നിങ്ങൾ നോക്കിക്കോളി ഓളെ, നിങ്ങൾ തള്ളി മോളും തന്നെ ഇവിടെ നല്ലത്. നിങ്ങൾ നോക്കിക്കോളി, ഞങ്ങൾ പോവാണ്. കാരണം ഇതിനൊന്നും നിൽക്കാനാവില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നും പോലെ കാട്ടിക്കൂട്ടുക, തോന്നുമ്പോൾ കയറി വരിക, ഇറങ്ങി പോവുക, അങ്ങനത്തേനൊന്നും. പിന്നെ നിങ്ങളെ ചീത്തയും വക്കാണും കേൾക്കാൻ ആരും എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ നോക്കിക്കോളി നിങ്ങളെ മോളെ. എന്നാൽ അത് കേട്ട് കുഞ്ഞിക്കഥ ശരിക്കും പെട്ടു. നിങ്ങൾ പോവല്ലേ, നിങ്ങൾ ഞങ്ങളുടെ കൊടുന്നത് ആശുപത്രിക്ക്, അവിടെ നിൽക്ക്, ഞാൻ ഇറങ്ങിപ്പോട്ടെ, ഞാനും ഇവിടെ നിന്ന് പോവാണ്. സെലീന ഇജും വണ്ടി വിളിച്ചു പോയിക്ക, ഞാനും അങ്ങോട്ട് പോവാണ്. തൽക്കാലം കുഞ്ഞിക്കഥ ഇവിടെ നിൽക്കട്ടെ. എൻ്റെ മോൻ 2 ദിവസം ഇടങ്ങാറായി ഓളെ നോക്കിക്കണ്. എന്തൊക്കെ ദുൽമോള് കാട്ടിക്കൂട്ടി വെച്ചിട്ടിരിക്കണ്. ഒരു മുത്ത മനുഷ്യൻ എങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ? ഓൾക്ക് എന്തിൻ്റെ കേടേന്? ഓനെ പിടിച്ചലും ഇതാക്കലും എല്ലാത്തിനും ഓമാണ്. ഞങ്ങൾ 2 ദിവസം ഇവിടെ നിൽക്കി, ഞങ്ങൾ ഇറങ്ങിപ്പോണ്. ഇത് അവളെ ലീസ്റ്റും കാര്യങ്ങളൊക്കെ. ശരിക്കും ആയുഷുമാക്ക് ദേഷ്യവും സങ്കടവും വന്നു. നേരെ അതാ കുഞ്ഞിക്കതിയുടെ അരികിലേക്ക് അതെല്ലാം വെച്ചു കൊടുത്തു. അതെ, നിങ്ങളങ്ങനെ പോവില്ലേ? പിന്നെന്താ, സ്വന്തം പെറ്റമ്മ ഒന്നില്ല, ഇനി പേടിച്ചാല്ല. എനിക്കെൻ്റെ പേരക്കുട്ടി ഉണ്ട് നോക്കാൻ. എൻ്റെ നവാസിൻ്റെ കുട്ടി 2 ദിവസം സൈക്കിളിന് പാലും ഇതൊക്കെ കൊടുത്തിട്ട് എൻ്റെ നുസൈബാക്കെ 2നും കൂടി മാനേജ് ചെയ്യാൻ കഴിയൂല. ഞാൻ പോവാണ്. ശരിക്കും ഐഷുമ്മ അതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു. കുഞ്ഞിക്കതി പിന്നാലെയും. അതേ, പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ എന്താ നിങ്ങൾ ഈ കാട്ടണം? ആരെ കണ്ടിട്ടാണ് നിങ്ങൾ പോണത്? നിങ്ങൾ ആരെ കണ്ടിട്ടാണ് പോണത്? എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല ഇവിടെ ആശുപത്രി കൊടുക്കാനൊന്നും. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. പെറ്റ് തള്ള വന്നിക്കണല്ലോ, ഇനിയിപ്പോൾ അടക്കട്ടെ. എനിക്കെൻ്റെ കുട്ടി അങ്ങോട്ട് പോകണം. എനിക്ക് എൻ്റെ നുസിക്ക് 2നും കൂടി ഇട്ടൊന്നും കഴിയൂല, ഞാനങ്ങോട്ട് പോട്ടെ. എന്നാൽ അതാ ശരിക്കും കുഞ്ഞിക്കതിയാത്ത പെട്ടു. എന്നാൽ അതാ സൗദയും, ഉമ്മ നിങ്ങൾ പോകല്ലേ, നിങ്ങൾ പോയാൽ ഞങ്ങളെന്താ കാട്ടുക? എത്രങ്ങാനും ബില്ലായിട്ടുണ്ടാവും ആശുപത്രിയിൽ, ഇതൊക്കെ അടക്കണ്ടേ? എന്ത് കരുതിയിട്ടാ നിങ്ങൾ പോണത്? നിങ്ങൾ പോവല്ലേ? എന്നാൽ ആയുഷമ്മ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല. കൂടെ സെലീനയും ഇറങ്ങി. അവർ നേരെ അതാ ഹോസ്പിറ്റൽ വിട്ടിറങ്ങി. എന്നാൽ കുഞ്ഞിക്കതിയാത്ത അത് പിന്നെ പോകല്ലേ. എന്നാൽ അപ്പോഴേക്കും സൗദ, എല്ലാവരും എന്നെ വിട്ടു പോയ റബ്ബേ, എല്ലാവരും എന്നെ വിട്ടു പോയിക്കണം, ഞാൻ എന്താ കാട്ട ഇവിടെ ഒറ്റക്ക്, എല്ലാവരും എന്നെ വിട്ടു പോകല്ലേ. അവളതാ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങി ഓടുന്നു. ഉമ്മ, നിങ്ങളെങ്കിലും അവിടെ നിൽക്കി, നിങ്ങളെന്നെ വിട്ടു പോവല്ലേ, നിങ്ങളെ വിട്ടു പോകല്ലേ. അപ്പോഴേക്കും അതാ സിസ്റ്റർമാർ ഓടിയെത്തി. അല്ലോ, ആ പേഷ്യൻ്റ് അല്ലേ അത്? ആ റൂമിൽ കിടന്ന പേഷ്യൻ്റ് അതാ ഓടുന്നു. പെട്ടെന്ന് ഡോക്ടേഴ്സിനെ വിവരം അറിയിച്ചു. സിസ്റ്റർമാരെല്ലാവരും കൂടിയും അവരെ പിടിച്ച് എങ്ങോട്ടാണ് കുട്ടി പോകുന്നത്? എല്ലാവരും എന്നെ വിട്ടു പോയി, എല്ലാവരും എന്നെ വിട്ടു പോയി എന്ന് പറഞ്ഞ് അവൾ കരയുകയാണ്. എന്നാൽ സൗദയെ അപ്പോഴേക്കും അവരെല്ലാവരും പിടിച്ചമർത്തി അതാ ശരിക്കും ആ ഒരു സ്ട്രക്ചറിൽ വെച്ച് കെട്ടിയിട്ടു. അതെ, പെട്ടെന്ന് കുതിരവട്ടത്തേക്കോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇത് മൂത്ത ഇനമാണ്, ഇത് കേസ് മൂത്തതാണ്. ഇനി ഇവിടെ നടക്കൂല, ഇവിടെ വേറെ പേഷ്യൻസുകളാണ്, അവരൊക്കെ ഭയക്കൂലേ, അവരൊക്കെ എന്തെങ്കിലും ചങ്ക് പിടിച്ച് നിൽക്കില്ല, അതും ആവൂലേ. എന്നാൽ അപ്പോഴേക്കും എവിടെ ഇവരുടെയുള്ള കൂടെയുള്ളവർ എവിടെ? എന്നാൽ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കതിയാത്ത വരുന്നു. നിങ്ങളുടെ എൻ്റെ മോൾ തന്നെയാണിത്, എന്താ ചെയ്യുക? പെട്ടെന്ന് തന്നെ നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്യുക, ഒരു ഭ്രാന്താശുപത്രിയിലേക്ക്. അല്ലാതെ നിങ്ങളെ മകൾക്ക് കൂടിയിരിക്കുന്നത്, ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. അതിനെൻ്റെ മോൾക്ക് എന്താ ഉള്ളത്? നിങ്ങളെ മോൾക്ക് മാനസികം കൂടിയിരിക്കണമെന്ന്. പെട്ടെന്ന് കുഞ്ഞിക്കഥ ശരിക്കും പെട്ടു. അതെ, ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് അവളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അവർ.
അതെ, സൗദിയുടെ അഹങ്കാരം ഒരു പക്ഷേ ഇതോടുകൂടി കുറയുമായിരിക്കും. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ. എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.